പക്ഷെ ഒരു യാത്രയിൽ ഒരാൾ നമ്മളെ കൂടെ കൂടിയിരിക്കുക, നമുക്ക് അയാളുടെ ശരിക്കുള്ള പ്രകൃതം മനസ്സിലാവും. അതാണ് യാത്ര ചെയ്യണമെന്നും കൂടെ യാത്ര ചെയ്താൽ നമുക്ക് ഏതൊരാളെ സ്വഭാവം മനസ്സിലാവും. കാരണം എന്തൊക്കെ തത്വം പറഞ്ഞ് നടന്നാലും നമ്മളെ ചില സമയത്ത് നമ്മൾ പൊട്ടിപ്പോവും, പുറത്ത് വരും. ആ സാധനം പുറത്ത് വരും. എത്ര ഇറക്കി വെച്ചാലും അത് പുറത്ത് വരും. അതാണ് അയാളുടെ പ്രകൃതം. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ മുഖംമൂടിയാണ്. പേഴ്സോണ. എല്ലാവരുടെ കയ്യിലും 9 മുഖംമൂടി ഉണ്ട്. അതിലേതോ ഒരു മുഖംമൂടി നിങ്ങൾ സ്ഥിരമായി വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി 8 മുഖംമൂടി നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. മുമ്പിലിരിക്കുന്ന ആൾക്കനുസരിച്ച് മുഖംമൂടി മാറ്റുക ചെയ്യുന്നത്. ആ മുഖംമൂടി പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ മുഖംമൂടിക്ക് പെയിൻ്റ് അടിക്കുക, മുഖംമൂടിനെ വൃത്തിയാക്കുക, അതിന് പൗഡർ ഇടുക, അതിന് കണ്ണെഴുതിക്കുക എന്നുള്ളതാണ്. മുഖംമൂടിനെ ഈ മുഖംമൂടിനെ എത്രത്തോളം പെയിൻ്റ് അടിച്ചിട്ട് ഇപ്പം എന്താ കാര്യം? ആ മുഖംമൂടിക്ക് പിന്നിലിരിക്കുന്ന ഞാനല്ലേ മാറേണ്ടത്? നിരന്തരം ഞാൻ എന്തൊക്കെയോ അല്ല അതാണ് എന്ന് കാണിക്കാനുള്ള ശ്രമത്തിലാണ്. അല്ലെങ്കിൽ അതെനിക്ക് അത്യാവശ്യം അഹങ്കാരമുണ്ട്, പക്ഷെ എനിക്ക് അഹങ്കാരമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര വിനയനായിട്ടും വിനയാദിനായിട്ടൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു അഭിനയമാണ്. അതുകൊണ്ട് തന്നെ അതിവിനയം കാണിക്കുന്ന ആൾക്കാർ വലിയ അഹങ്കാരികളായിരിക്കും. അവർ ആ രീതി മനസ്സിലായാൽ മാത്രമേ അവർ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. വിനയം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, വിശേഷണയുള്ള നയമാണ് വിനയം. അതായത് അയാളുടെ പേഴ്സണാലിറ്റി അല്ലേ, അയാൾ വിശേഷണ ഒരു നയമാണ്. അയാളുടെ നയമാണ് എന്ത്, വിനയമായി പെരുമാറുക എന്നുള്ളത്. അയാളുടെ പ്രകൃതമല്ലേ. ഒരാൾ ഏറ്റവും അടുത്ത് നമ്മളെ കൂടെ ശരിക്കും നമുക്ക് ഏറ്റവും കൃത്യമായിട്ട് ഒരാളുടെ ഈ യാതൊരു ശ്രമവും ഇല്ലാത്ത ഒരു പ്രകൃതം മിക്കവാറും നമ്മളെ വീട്ടിൽ നമ്മളെ കൂടെ താമസിക്കുന്ന ആൾക്കാരെ മാത്രമേ കാണാൻ പറ്റൂ. കാരണം അവർ ആ മുഖംമൂടി ഒരുപാട് സമയം വെക്കാൻ പറ്റില്ല. നിങ്ങളെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്ക് മുഖംമൂടി വെക്കാൻ പറ്റും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ മുഖംമൂടി വെക്കാൻ പറ്റും.